ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. ഷമാമും മാങ്ങയും വെച്ചിട്ടുള്ളൊരു പുഡിങ്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ: ഷമാമ് ഒരു കഷ്ണം, മാങ്ങ ഒരു കഷ്ണം, പാല്, പഞ്ചസാര, കോൺഫ്ലവർ. ഇതിൽ നമ്മൾ ഷമാമും മാങ്ങയും കൂടിയിട്ട് നല്ലോണം പഞ്ചസാരയും കുറച്ച് പാല് ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് പോലെ അരച്ചെടുത്തു. എന്നിട്ട് കുറച്ച് പാല് മാറ്റി വെച്ചു. ആ പാലിൽ നമ്മൾ കോൺഫ്ലവർ പൊടിയിട്ട് ഇളക്കി മാറ്റി വെച്ചു. പഞ്ചസാര ഇട്ട് നന്നായി അടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അത് ജ്യൂസ് അടിച്ച് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മൾ പാൻ ചൂടായിട്ടാണ് പാനിലേക്ക് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ കോൺഫ്ലവർ കുറച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അതാണ്. എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ ഒഴിക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. പാലിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഇളക്കി നല്ലോണം കൈവിടാണ്ട് ഇളക്കാം. അതിൻ്റെ ഇടയിൽ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമ്മൾ ഇളക്കാം. നന്നായി ഇളക്കി ഇതിൽ കുറച്ച് പഞ്ചസാര കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും കൈവിടാണ്ട് ഇളക്കി നല്ലോണം അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി വരുമ്പോൾ അത് നല്ലപോലെ കുറുകി വരും. അങ്ങനെ കുറുകി വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ കുറുകി വന്നപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു പരന്ന പാത്രം എടുത്ത് നമ്മളതിലൊഴിച്ചു. നമുക്ക് കൂർത്ത പാത്രം വേണമെങ്കിൽ കൂർത്ത പാത്രം എടുക്കാം. അങ്ങനെ ഞങ്ങൾ കൂടുതൽ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ നല്ല വട്ടത്തിലുള്ള പാത്രത്തിലെടുത്ത് നമ്മൾ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടു. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ നന്നായി അതും ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളത് ഫ്രീസറിൽ വയ്ക്കാം. ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബൂസ്റ്റ് പൊടിയൊക്കെ അങ്ങനെ വെതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പണി സിമ്പിളാണ്, പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം.